سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള അധ്യക്ഷൻ, അതുപോലെ വാസ്മസ്ത സൈദ് ഹമീദ്, മറ്റു നേതാക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ദീനീ സ്നേഹിതരെ, നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ നാളെ കണ്ടുകൊടുക്കെ പ്രതിഫലിക്കുന്നവരെ അമലായി ഔത്സവമാവട്ടെ. നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളാക്കി വാഗ്ദാനമാകട്ടെ. സ്വാഗത പ്രസംഗത്തിന് നിങ്ങൾ കണ്ടുപോലെ നജാത്ത് ഖുർആൻ അക്കാദമിയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ താല്പര്യം കാണിക്കുകയും അൽഹംദുലില്ലാഹ് അതിൽ ചേർക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടും അത് പാഴാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ചതിലേക്ക് സാധാരണമായി സൂചിപ്പിക്കാനായിരിക്കും. അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ആശംസാർപ്പിക്കലാണ് എൻ്റെ കർത്തവ്യം. ബഹുമാനപ്പെട്ട ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി നമ്മളുടെ നല്ല നിലയിൽ നടക്കും. എല്ലാവരും ഈ പരിപാടി കഴിയുന്നത് വരെ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്. നമ്മുടെ എല്ലാ ചിന്തയിലും എല്ലാ അവസരത്തിലും നമ്മുടെ മക്കളെയാണ് നോക്കുക. എല്ലാ ദ്വാരയിലും അവരെ കാണും. അവരാണ് നമ്മുടെ പ്രതീക്ഷ. അവരാണ് എന്തുകൊണ്ടും അവർ നന്നായാൽ നമ്മളുടെ മനസ്സിലാക്കാൻ. ഫൈസാൻ മുഹമ്മദ് മൊഗ്ര. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈസ റഹ്മാൻ ചെരുമ്പ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ മക്കളെ വളർത്തണം. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഉമ്മയുടെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ നാം ആദ്യം ഉച്ചരിക്കുന്ന അക്ഷരം എന്താണ്? പറഞ്ഞോളൂ, അറിയോ മക്കളെ? നാം ഉമ്മ എന്ന് പറയുമ്പോൾ അറബി പദത്തിൽ ആദ്യത്തെ അക്ഷരം എന്താണ്? നാം മദ്രസയിൽ നിന്ന് പഠിച്ചത് എന്താ പഠിച്ചത്? ആദ്യ അക്ഷരം അല്ലെ? ഊ തുടങ്ങുന്നത് എന്തിനാണ്? ഊന് ലമ്മിട്ടാൽ ഊകാരമിട്ടാൽ അത് ഊവാണ്. അത് അല്ലെ? ഉമ്മ എന്ന് വിളിക്കുന്ന ആദ്യ അക്ഷരത്തിന്റെ അക്ഷരം എന്തുകൊണ്ട് തുടങ്ങുന്നു? അലിഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നു. ഉപ്പ എന്ന് വിളിക്കുമ്പോഴോ അലിഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നു. നാം അല്ലാഹ് എന്ന് പറയുമ്പോൾ നാം ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം എന്താണ്? അലിഫാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് വിദായ